അപ്പോൾ ഒരു കുട്ടി ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ നമ്മൾ പാരൻ്റൽ എഡ്യൂക്കേഷൻ ഉണ്ട്. പാരൻ്റൽ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. ഈ പാരൻ്റൽ അത് എല്ലാ പാരൻസും അറ്റൻഡ് ചെയ്യണം. പാരന്റിങ് ക്ലാസ് ഉണ്ട്. പാരൻസ് അല്ല, ഈ കുട്ടീനെ ഈ ഒരു അഡിക്ഷൻ പാരൻസിന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ട് അതിന്റെ ഏത് ലെവലിൽ എത്തുമ്പോഴാണ് കുട്ടീനെ കൊണ്ടിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും? കുട്ടിക്ക് ഏത് ലെവലിലേക്ക് എത്തുമ്പോഴാണ്? അതായത് ഈ ഒരു പാരൻ്റൽ എഡ്യൂക്കേഷൻ പാരൻസ് കിട്ടുകയും സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ധാരണ പാരൻസിന് ഉണ്ടാകുന്നതാണ് ബേസിക് സംഭവം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടും കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല, നമുക്ക് തോന്നുകയാണ് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു അഡിക്ഷൻ വളരെ വലിയ തോതിലേക്ക് പോവുകയാണ്, അവൻ്റെ ഡെയിലി റൊട്ടീനെ ബാധിക്കുന്ന രീതിയിൽ, പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ, മറ്റു കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് മൊബൈൽ അഡിക്ഷനിലേക്ക് അവൻ പോവുകയാണ്. ടൈം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളത് ചോദിക്കുന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് വയലൻ്റ് ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കുട്ടിയിൽ പ്രകടമായി വന്നാൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണ്. അത് ഒരുപാട് വൈകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളതാണ്, അറ്റ് ഏർലിയസ്റ്റ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അത് കുട്ടിയെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഉണ്ട് അല്ലേ? സൈക്കോളജിസ്റ്റാണ് കൂടുതൽ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. സൈക്കാട്രി അതൊരു മനഃശാസ്ത്ര മനോരോഗ വിഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്.